സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. പ്രത്യേകാൽ യൂട്യൂബ് വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 138-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 138-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിപ്പാൻ ദാവീദ് തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് നമ്മുടെ നടുവിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ യുദ്ധം ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവെ നീ എന്നെ ശോധന ചെയ്ത് മുഴുവനും അറിഞ്ഞിരിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവ് ആരെന്നറിയാമോ? ആമേൻ. നിൻ്റെ എല്ലാ വഴികളിലും കർത്താവ് എന്ത് ചെയ്യും? കാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. കണ്ടോ, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ, ഒരു അഭിഷിക്തൻ്റെ ജീവിതത്തിൽ കഷ്ടത ദൈവം അറിയാതെ വരത്തില്ല. ദൈവം അറിഞ്ഞ് തന്നെയാണ് കഷ്ടത വരുന്നത്, രോഗം വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത്, ശത്രുക്കൾ ഉളവാകുന്നത്. ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ് ഞാൻ കഷ്ടത നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അപ്പോൾ എത്ര കഷ്ടത വന്നാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കുക ദാവീദ്. സ്തോത്രം. എനിക്ക് ഒത്തിരി കഷ്ടതയുണ്ട്, ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട്, ഞാൻ അതെല്ലാം നേരിടുകയാണ്. ആമേൻ. പക്ഷേ മരിക്കുമെന്ന് അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ ഒത്തിരി പേരിങ്ങനെ ചുറ്റുവളയുമ്പോൾ അതിൻ്റെ നടുവിലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി ശത്രുക്കൾ ദാവീദിന് ആമേൻ നേരെ ചാടി വീഴുന്നു. ഒത്തിരി ശത്രുക്കൾ, ഒന്നോ രണ്ടോ അല്ല, പറഞ്ഞു തീരാൻ കഴിയാത്ത ശത്രുക്കൾ ആമേൻ ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വം എത്രത്തോളം ഉണ്ടോ, വാഴ്ത്തത്വം അല്ലെങ്കിൽ വാഴ്ത്തത്വത്തിലേക്ക് അടുക്കുന്ന ദൂരം കുറയുന്ന അനുസരിച്ച് ശത്രുക്കളുടെ എണ്ണം കൂടും. കാരണം ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സകല ഉത്തരവാദിത്വവും ദൈവത്തിന്. സ്തോത്രം. അതുകൊണ്ട് ദൈവപൈതലേ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ആമേൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവം അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, അവിടെ നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. കണ്ടോ, ഇപ്പൊ ശത്രുക്കൾ ക്രോധത്തോടെ, വലിയ ദേഷ്യത്തോടെ, ഉന്നത ഭാവത്തോടെ എൻ്റെ നേരെ വരികയാ ഈ പ്രഭാതത്തിൽ. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെയുള്ള രീതിയിൽ കൂടെ കടന്നു പോകുന്നവരാണോ? അഭിഷിക്തന്മാരെ, നിങ്ങളുടെ സഭയിലുള്ള വ്യക്തികൾ നിങ്ങൾക്ക് നേരെ ശത്രുക്കളായോ? നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങൾക്ക് നേരെ ക്രോധത്തോടെയാണോ നോക്കുന്നേ? നിങ്ങളെ തകർത്ത് കളയാനാണോ ആമേൻ എന്ന ഭാവത്തോടു കൂടിയാണോ അവർ മുമ്പിലോട്ട് പോകുന്നേ? എങ്കിൽ നിങ്ങളോടാ ഇന്ന് പകൽക്കാലം ദൈവം സംസാരിക്കുന്നത്. ആമേൻ. അവർക്ക് നേരെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? കൈ നീട്ടാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൈ ശത്രുക്കളുടെ നേരെ ഒന്ന് നീട്ടിയാൽ ആമേൻ, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ സകല ഇരിപ്പിടങ്ങളും പൊളിയും. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ദൈവം നമ്മെ ഇറക്കിയെങ്കിൽ അതിൻ്റെ സകല ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ആമേൻ. സ്തോത്രം. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. ഉറപ്പാണ്. ഇന്ന് പകലിൽ ശത്രു ഏതെല്ലാം ഭാഗത്തിരുന്ന് നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കുന്നുവോ, ശമനപരഗതുനി വൈഡകരഗതന, ആരോടൊക്കെ ദൈവാത്മാവി പ്രഭാതത്തിൽ ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ തകർച്ച മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ തോറ്റ് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്.
നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെടാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുന്ന വ്യക്തിയുടെ നടുവിൽ ദൈവം പറയുന്നു, ഞാൻ കൈ നീട്ടാൻ പോകുകയാ. ആമേൻ. വെറുതെ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, വെറുതെ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, വെറുതെ നിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ശത്രുക്കൾക്ക് നേരെ ദൈവം കൈ നീട്ടാൻ പോകുകയാ. ഹല്ലേലൂയ. നോക്കിക്കേ, അടുത്ത് പറയുന്നു, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. കണ്ടോ, കർത്താവിൻ്റെ വലങ്കൈ തൻ്റെ ഭക്തന്മാരെ ചേർത്ത് പിടിക്കും. ദാവീദ് നല്ലോണം അറിയാം, പ്രൈസ് ദി ലോർഡ്, കർത്താവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന്. ആരെല്ലാം വിശ്വസിക്കുന്നുവോ? 2026 ഈ മെയ് മാസം തീരാൻ പോകുകയാ. ഈ 28ാമത്തെ ദിവസം ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന്. സ്തോത്രം. പിന്നെ ഇനി ആര് വേണം ചേർത്ത് പിടിക്കാൻ? കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചാൽ ഇതിനപ്പുറം ഇനി എന്ത് വേണം? അല്ലേ? ഒരു മനുഷ്യൻ ചേർത്ത് പിടിക്കുന്ന ഒരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവം ചേർത്ത് പിടിച്ചാൽ ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിനെ ഇഷ്ടത്തിന് നേരെ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ഉറപ്പാ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് പൽക്കാലം ദൂത് കൈമാറുകയാ. നിന്റെ സങ്കടങ്ങളിൽ കൂടെ ഇരിക്കുന്ന യേശുപ്പച്ചൻ, നിന്റെ സങ്കടങ്ങളിൽ കൂടെ ഇരിക്കുന്ന കർത്താവ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ആമേൻ, ഈ മാസം അവസാനിക്കും മുൻപേ ശത്രുക്കൾക്ക് നേരെ, നിന്റെ നേരെ ആമേ ക്രോധത്തോടെ നിന്നെ ആമേ നോക്കിയവരുടെ നേരെ, ഹല്ലേലൂയ, അവരെത്ര ഉന്നതനാണെങ്കിലും അവരെ നേരെ എൻ്റെ കർത്താവ് കൈ നീട്ടും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ആ വ്യക്തി ഈ ലോകത്തെ മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. പക്ഷേ ലോകത്തെ ജയിച്ചവൻ, സകലത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നു, അവർക്ക് നേരെ എൻ്റെ കൈ ഇന്ന് പകൽക്കാലം നീട്ടും. ഹല്ലേലൂയ. വിശ്വസിക്ക്, ഈ പ്രഭാതം ഭയപ്പെടാതെ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യെശയ്യാവ് 41:14 പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ദിവസം, ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, സങ്കടപ്പെടുന്ന വിഷയത്തിൽ, ഭാരപ്പെടുന്ന വിഷയത്തിൽ ശത്രുക്കൾക്ക് നേരെ എൻ്റെ കൈ നീട്ടാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും പ്രൈസ് ദി ലോർഡ്, നീ എന്നെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തിൽ, ആമേൻ, ഞാൻ കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും, ആമേൻ, എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ ഏറിയാലും, ഞാൻ ചേർത്ത് പിടിക്കുന്നവർ എന്നെ മാറ്റി നിർത്തിയാലും എനിക്ക് ഭാരമില്ല, എനിക്ക് ക്ലേശമില്ല. ആമേൻ. എൻ്റെ യേശുപ്പച്ചൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട് എന്ന് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നിങ്ങളുടെ പ്രഭാതമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 23:4, 71:20, 1 ശമൂവേൽ 24:6, ഇയ്യോബിന്റെ പുസ്തകം ആമേൻ 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും 60-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന പകൽക്കാലമാണ്. ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയും ഞങ്ങളെ മറച്ചാട്ട്, അത്ഭുതങ്ങളെ ചെയ്യണം കർത്താവേ. ഞങ്ങളുടെ മഹത്വത്തിൻ്റെ കരം ഞങ്ങളുടെ മധ്യേ ചലിപ്പിക്കണമേ. ഇന്ന് പകലിൽ ശത്രുവിൻ്റെ എല്ലാ പദ്ധതിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൃപ കൊണ്ട് പൊതിയണം, അത്ഭുതം ചെയ്യണം. പിന്നെയും കർത്താവ് ഞങ്ങളെ മാനിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.